ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെപ്ലിക്കേഷൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പൊ എന്താ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാല് DNA നിന്നും RNA ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുക. മോളിക്കുലാർ ബയോളജിയിൽ നമ്മൾ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജിയിൽ ഓൾറെഡി ഇത് പഠിച്ചു കഴിഞ്ഞു. അതായത് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ റെപ്ലിക്ക ഉണ്ടാവുക, അതായത് ഒരാളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറയുക. അപ്പൊ DNA റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ DNAയിൽ നിന്ന് DNA കോപ്പി ഉണ്ടാവുക. എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് പറയുന്നത് എനിക്കറിയാം, DNAയിൽ നിന്ന് RNA ഉണ്ടാവുക. അതായത് വേർഡ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് ഒരു ഡാറ്റയെ ഒരു ഫോമിൽ നിന്നും വേറൊരു ഫോമിലേക്ക് മാറ്റുന്നതിനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുക എന്ന് പറയുക. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് വരികയാണെന്ന് വിചാരിക്കുക. ആ വോയിസ് മെസ്സേജിലുള്ള ആ കണ്ടന്റ്, ആ മെസ്സേജ് ഞാൻ എഴുതി വെച്ചു. ഓക്കെ, അപ്പം അതിനുള്ള കണ്ടന്റ് മാറുന്നില്ല, പക്ഷെ ഫോം മാറി, മെസ്സേജിന്റെ ഫോം മാറി. വോയിസ് എന്ന് പറഞ്ഞ ഫോമിൽ നിന്നും റൈറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഫോമിലേക്ക് അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്തു. അപ്പൊ ഒരു ഡാറ്റയെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് അതിന്റെ അർത്ഥം ഒന്നും മാറാതെ മാറ്റുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ DNA ട്രാൻസ്ക്രിപ്ഷൻ എന്ന് നമ്മൾ മീൻ ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മളുടെ ക്യാരക്ടേഴ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഇൻഫർമേഷൻ ഇരിക്കുന്നത് എവിടെയാണ്? DNA-ലാണ് അല്ലെ, ജീൻസിലാണ് ഇരിക്കുന്നത്. ആ ജീൻസ് എക്സ്പ്രസ് ചെയ്ത് പ്രോട്ടീൻ ആവുമ്പം പ്രോട്ടീൻ ആണ് ആ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പൊ ഈ ജീനിലുള്ള ഇൻഫർമേഷൻ നേരിട്ട് പ്രോട്ടീൻ ആയി മാറാൻ കഴിയൂല. അപ്പൊ ജീനിന്റെ അകത്തുള്ള DNA-ക്ക് അകത്തുള്ള മെസ്സേജിനെ മറ്റൊരു ഫോമിലേക്ക് മാറ്റി ട്രാൻസ്ക്രൈബ് ചെയ്ത് ആരാക്കി മാറ്റിയിട്ടുണ്ട്? RNA ആക്കി മാറ്റി. RNA ആണ് പിന്നീട് പ്രോട്ടീനായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഒരു ഫോം വ്യത്യാസമാണ്. DNA-ന്റെ അകത്തുള്ള മെസ്സേജ് RNA ആയിട്ട് ഒരു ഫോം ചേഞ്ച് ആണ് ഇവിടെ ട്രാൻസ്ക്രിപ്ഷനിൽ സംഭവിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് DNA-യുടെ റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും തമ്മിലുള്ള ഫണ്ടമെന്റൽ ഡിഫറൻസ് ആണ്. സോ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു DNA സ്ട്രാൻഡ് ഞാൻ വരച്ചു. DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് DNA-ന്റെ റെപ്ലിക്കേഷൻ ആണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. റെപ്ലിക്കേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സ്ട്രാൻഡ്, അതായത് രണ്ട് ഫുൾ സ്ട്രാൻഡുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലെ. എൻറ്റയർ DNA ഈസ് റെപ്ലിക്കേറ്റഡ്. നമ്മൾ പുതിയ സ്ട്രാൻഡിനെ റെഡ് കളറിലല്ലേ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ടായിരുന്നത്? യെസ്. അപ്പൊ ഇതായിരുന്നു ഒരു എൻറ്റയർ DNA. ആ എൻറ്റയർ DNA റെപ്ലിക്കേറ്റ് ചെയ്ത് രണ്ട് DNA ആയി മാറിയിട്ടുണ്ട്. ദ എൻറ്റയർ DNA ഈസ് റെപ്ലിക്കേറ്റഡ്. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ക്രിപ്ഷനിൽ എൻറ്റയർ DNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്നില്ല. ഒരു സ്പെസിഫിക് റീജിയൺ ഓഫ് DNA കോൾഡ് എക്സ്പ്രസീവ് പാർട്ട് ഓഫ് DNA നമ്മൾ എന്താ വിളിക്കുക? ജീൻ എന്നല്ലേ വിളിക്കുക. അപ്പം ഒരു സ്പെസിഫിക് റീജിയൺ ഓഫ് DNA കോൾഡ് ജീൻ മാത്രമേ ട്രാൻസ്ക്രൈബ് ചെയ്യുള്ളൂ. ജീൻ മാത്രമേ ട്രാൻസ്ക്രൈബ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? RNA ആണ് ഉണ്ടാവുക. പ്രോട്ടീൻ ഉണ്ടാക്കുന്ന RNA നമ്മൾ മെസ്സഞ്ചർ mRNA എന്നാണല്ലോ പറയുക. സോ ഇവിടെ ഉണ്ടായ RNA എന്ന് പറയുന്നത് RNA എന്ന് പറയുന്നത് മെസ്സഞ്ചർ RNA ആണ്. ഇതനുസരിച്ചാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നത് എങ്കിൽ ഇയാള് മെസ്സഞ്ചർ RNA ആണ്. അപ്പൊ ആദ്യമായിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്തുണ്ടാവുന്ന ഈ RNA-നെ നമ്മൾ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയാറുണ്ട്. കാരണം mRNA ഒരു ടൈപ്പ് RNA മാത്രമാണ്, ഡിഫറെന്റ് ടൈപ്സ് RNA ഉണ്ട് അല്ലെ. mRNA എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ RNA, tRNA ഉണ്ട്, ട്രാൻസ്ഫർ RNA ഉണ്ട്, അതേപോലെ rRNA റൈബോസോമൽ RNA ഉണ്ട്. അപ്പൊ ഇത് ഏത് ടൈപ്പ് RNA വേണമെങ്കിലും ആവാം. അതുകൊണ്ട് നമ്മൾ ഇന്ന RNA എന്നുള്ളത് സ്ട്രെസ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്നാണ് പറയാറുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് ട്രാൻസ്ക്രിപ്ഷനും റെപ്ലിക്കേഷനും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം? റെപ്ലിക്കേഷനിലെ എൻറ്റയർ DNA ഈസ് റെപ്ലിക്കേറ്റഡ്. പക്ഷെ ട്രാൻസ്ക്രിപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് റീജിയൺ ഓഫ് DNA ഈസ് ട്രാൻസ്ക്രൈബ്ഡ്. അതാണല്ലോ ഒന്നാമത്തെ വ്യത്യാസം. യെസ്. ഇനി രണ്ടാമത്തെ വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. റെപ്ലിക്കേഷന്റെ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു, ശരിയല്ലേ? റെപ്ലിക്കേഷന്റെ സമയത്ത് ഓരോ സ്ട്രാൻഡും ഈച്ച് സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഈ ഒരു സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാനുള്ള. അതേപോലെ ഈ ഒരു സ്ട്രാൻഡും സിന്തസൈസ് ചെയ്യാനുള്ള ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. റെപ്ലിക്കേഷനിലെ രണ്ട് സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും.
പക്ഷേ നിങ്ങൾ നോക്ക്, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് ദാ ഈ ജീനാണല്ലോ എക്സ്പ്രസ് ചെയ്തിട്ട് ഒരു RNA ആവാനുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്ക്, അവിടെ ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ഭാഗത്ത് ഒരു ബബിള് ഇതുപോലെ ഫോം ചെയ്യും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു ബബിള് ഫോം ചെയ്യും. ഇനി ഇപ്പൊ 2 സ്ട്രാൻഡുകൾ ഫ്രീ ആയിട്ടുണ്ടല്ലോ. DNA റെപ്ലിക്കേഷൻ ഒക്കെ പോലെ 2 സ്ട്രാൻഡും ഫ്രീ ആയിട്ടുണ്ട്. പക്ഷേ DNA റെപ്ലിക്കേഷനിൽ 2 സ്ട്രാൻഡുകൾക്കും ടെംപ്ലേറ്റ് ആയി മാറാൻ പറ്റുമെങ്കിൽ ഇവിടെ ഒരു സ്ട്രാൻഡിന് മാത്രമേ ടെംപ്ലേറ്റ് ആയിട്ട് മാറാനുള്ള കഴിവുള്ളൂ. ആ സ്ട്രാൻഡിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കുക. ആ സ്ട്രാൻഡിനെയാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കുക. ഈ ടെംപ്ലേറ്റ് ആയിട്ട് ഉള്ള സ്ട്രാൻഡിന്റെ പ്രത്യേകത എന്താ? ഈ സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു RNA ആണ് ഇനി ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു സ്ട്രാൻഡ് ഇല്ലേ, ഈ ഒരു അതർ സ്ട്രാൻഡ്, ടെംപ്ലേറ്റ് അല്ലാത്ത ആ സ്ട്രാൻഡിന്റെ പേര് എന്താണ്? ആ സ്ട്രാൻഡിന്റെ പേരാണ് നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് വേറൊരു പേരുണ്ട് ഇതിന്. ഞാൻ എന്താന്നുള്ളത് വേറൊരു സ്ഥലം എത്തുമ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാട്ടോ എന്താ ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ, നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ വേറൊരു പേര് കോഡിംഗ് സ്ട്രാൻഡ്. അത് പറയാനുള്ള കാരണം എന്താന്ന് നമ്മൾ വിശദമായിട്ട് ഇനി കാണും. ഓക്കെ, അപ്പൊ എന്താ ട്രാൻസ്ക്രിപ്ഷനും റെപ്ലിക്കേഷനും തമ്മിലുള്ള രണ്ടാമത്തെ വ്യത്യാസം? റെപ്ലിക്കേഷനിൽ ബോത്ത് സ്ട്രാൻഡ് ആക്ട് ആസ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്സ്. പക്ഷെ ഇവിടെ ട്രാൻസ്ക്രിപ്ഷനിലേക്ക് വരുമ്പോൾ ഒരു സ്ട്രാൻഡ് മാത്രമേ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതർ സ്ട്രാൻഡോ അതൊന്നിനെയും കോഡ് ചെയ്യുന്നില്ല. മനസ്സിലായോ? ഒരു സ്ട്രാൻഡ് മാത്രമേ ഇവിടെ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പം റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ അടുത്തൊരു വ്യത്യാസം കൂടെ കാണാൻ പോവുകയാണ്. ബാക്ടീരിയൽ സെല്ലിലുള്ള ട്രാൻസ്ക്രിപ്ഷനും അതേപോലെ നമ്മളിലൊക്കെ ഉള്ള ഹയർ ഓർഗാനിസംസ് യൂകാരിയോട്സിലുള്ള ട്രാൻസ്ക്രിപ്ഷനും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാണ്. അപ്പൊ ഞാൻ ഇവിടെ വരച്ചത് ഒരു ബാക്ടീരിയൽ സെല്ലാണ്. അതായത് പ്രോകാരിയോട്സിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതേപോലെ ഇവിടെ ഞാൻ വരച്ചത് ഒരു യൂകാരിയോട്ടിക് സെല്ലാണ്. യൂകാരിയോട്ടിക് സെല്ലാണ്. അപ്പൊ നോക്ക്, എന്താ പ്രോകാരിയോട്സ് യൂകാരിയോട്സും തമ്മിലുള്ള വ്യത്യാസം? ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് എവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ? യൂകാരിയോട്സിലാണ്. ആ ന്യൂക്ലിയർ മെംബ്രെയിന്റെ അകത്താണ് DNA ഉണ്ടാവുക. അങ്ങനെ ഒരു ന്യൂക്ലിയർ മെംബ്രെയിനോ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസോ നമുക്ക് ബാക്ടീരിയയിൽ കാണാൻ പറ്റൂല. ശരിയാണല്ലോ? അപ്പൊ എന്ത് വ്യത്യാസമാണ് ഇവർ തമ്മിൽ ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ന്യൂക്ലിയസിന്റെ വ്യത്യാസം നിങ്ങൾക്കറിയാം. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ബാക്ടീരിയന്റെ DNA. അതിലൊരു സ്പെസിഫിക് RNA ഉണ്ടാക്കുന്ന റീജിയൻ ആണ് നമ്മൾ ഇവിടെ വരച്ചത്. അതാണ് ജീന്. ആ ജീന് അതിൽ ഒരു ടെംപ്ലേറ്റ്, ഒരു സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്നും എന്തുണ്ടാവും? അതിൽ നിന്നും ഒരു RNA ഉണ്ടാവും. പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള RNA ആണ്. സോ ഇയാളാണ് mRNA. ഇപ്പം നടന്ന പ്രോസസ്സിന്റെ പേരെന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ എന്നല്ലേ പറയാ? അപ്പൊ ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടന്നു. ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ കാര്യം? ഇനി ട്രാൻസ്ക്രിപ്ഷൻ നടന്നാല് ഉടനെ തന്നെ ഇപ്പൊ റെഡി ആയിട്ടുള്ള mRNA ഉണ്ടല്ലോ, മെസഞ്ചർ RNA, അയാളുടെ മുകളിൽ റൈബോസോം വന്ന് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ആ മെസഞ്ചർ RNAന്റെ മുകളിലുള്ള ട്രിപ്ലെറ്റ് കോഡോൺസിനെ റീഡ് ചെയ്ത് ഓരോരോ അമിനോ ആസിഡിനെ കൊണ്ട് വെക്കും. അമിനോ ആസിഡുകൾ ഇങ്ങനെ കൂടി ചേർന്നാൽ പോളിപെപ്റ്റൈഡ് ചെയിൻ ആവുമല്ലോ. പോളിപെപ്റ്റൈഡ് ചെയിന് അതായത് പ്രോട്ടീനായി മാറും. അപ്പൊ mRNA റീഡ് ചെയ്ത് mRNA പ്രോട്ടീൻ ആക്കി മാറ്റുന്ന ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുക. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഒരു ബാക്ടീരിയയിൽ നടക്കുന്നത്. മച്ച് മോർ സിമ്പിൾ ആണ് കാര്യം. ഇനി നമ്മളുടെ സെല്ലിന്റെ അകത്ത് നടക്കുന്ന ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെയാന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മളുടെ എവിടെയാണ് DNA ഉള്ളത്? ന്യൂക്ലിയസിന്റെ അകത്താണ്. ന്യൂക്ലിയർ മെംബ്രെയിന്റെ അകത്താണല്ലോ DNA ഉള്ളത്. ആ DNAന്റെ അകത്ത് ഒരു സ്പെസിഫിക് റീജിയൻ നമുക്ക് ഇവിടെ എടുത്ത് കാണിക്കാം. അതാണ് നമ്മളുടെ ജീന്. അത് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പം നേരത്തെ ഉണ്ടായ പോലെ ഒരു മെച്ചുവർ ആയിട്ടുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു mRNA ഇതുപോലെ ആവുകയല്ല ചെയ്യുന്നത്. നോക്ക്, ഇവിടെ അതായത് പ്രോട്ടീൻ ആവാൻ വേണ്ട ഇൻഫർമേഷൻ ഉള്ള പാർട്ടും ഉണ്ടാവും, ഇൻഫർമേഷൻ അല്ലാത്ത പാർട്ടും ഉണ്ടാവും. ഞാൻ വേറൊരു കളറിൽ കാണിക്കാം. ഇൻഫർമേഷൻ ഇല്ലാത്ത പാർട്ടും ഉണ്ടാവും. ഇവിടെ കോഡിങ് ഇൻഫർമേഷൻ ഉള്ള, കോഡ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഉള്ള പാർട്ടും ഉണ്ടാവും. കോഡ് ചെയ്യാൻ വേണ്ടാത്ത അനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ള പാർട്ടും ഉണ്ടാവും. അതായത് പ്രോട്ടീൻ എങ്ങനെ ഉണ്ടാവണം എന്നുള്ള മെസ്സേജ് ഇല്ലേ, ആ മെസ്സേജ് കോഡിങ് ഇൻഫർമേഷൻ ഉള്ള പാർട്ടിനെയാണ് നമ്മൾ എക്സോൺസ് എന്ന് വിളിക്കുക. ആൻഡ് അൺവാണ്ടഡ് ഇൻഫർമേഷനെ, അതായത് കൈൻഡ് ഓഫ് നോയ്സ് ഒക്കെ പോലെയുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ഇൻഫർമേഷനെയാണ് നമ്മൾ ഇൻട്രോൺസ് എന്ന് വിളിക്കുക. ശരിയല്ലേ? അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ കഴിയുമ്പം ഇവിടെ നമുക്ക് നേരിട്ട് മെച്ചുവർ ആയിട്ടുള്ള ഒരു mRNA അല്ല കിട്ടുക.
പിന്നെ ഈ ഇപ്പൊ കിട്ടിയ mRNA അല്ലെങ്കിൽ ഇപ്പൊ കിട്ടിയ RNA ഉണ്ടല്ലോ, അതിനെ നമ്മൾ mRNA എന്ന് വിളിക്കൂലെങ്കിൽ പിന്നെ എന്ത് പേരാ വിളിക്കുക? അതിനാണ് നമ്മൾ പ്രീ mRNA, പ്രിക്കേഴ്സർ ഓഫ് mRNA എന്നുള്ള അർത്ഥത്തിന് പ്രീ mRNA എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഹെട്രോജീനസ് RNA, HNRNA എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. അപ്പൊ ഏറ്റവും നല്ല ഒരു ടേം എന്ന് പറയുന്നത് പ്രീ mRNA എന്നാണ്, അതായത് മെച്ചുവർ അല്ലാത്ത mRNA. അപ്പൊ ഇതിനെ ഇനി മെച്ചുവർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അനാവശ്യ പാർട്സിനെയാണല്ലോ നമ്മൾ ഇൻട്രോൺസ് എന്ന് പറയാ. ഈ ഇൻട്രോൺസിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം ആൻഡ് എക്സോൺസിനെ കൂട്ടിച്ചേർക്കണം. എന്താ വേണ്ടത്? ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യണം, എക്സോൺസിനെ കൂട്ടിച്ചേർക്കണം. ഇപ്പൊ എക്സോൺസ് മാത്രമായല്ലോ. അതിന് ഇപ്പൊ നമ്മള് ഈ mRNA എന്താ വിളിക്കുക? മെച്ചുവർ ആയിട്ടുള്ള mRNA എന്നാണ് വിളിക്കുക. അപ്പം ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? പ്രീ mRNA ആണ് കിട്ടുന്നത്. അതിനെ മോഡിഫൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആക്ച്വലി മെച്ചുവർ ആയിട്ടുള്ള mRNA കിട്ടുള്ളൂ. ഈ സ്റ്റെപ്പിന്, ഈ മോഡിഫിക്കേഷനെയാണ് നമ്മൾ പറയുക RNA പ്രോസസ്സിംഗ് എന്ന് പറയുക. ക്ലിയർ ആണല്ലോ? RNA പ്രോസസ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ എന്ന് പറയും. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എന്താണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ വ്യത്യാസം? ഇനി ഈ mRNA, ഇപ്പൊ ന്യൂക്ലിയസിന്റെ അകത്ത് mRNA ഉണ്ടായിട്ടുണ്ട്. ഈ mRNA ന്യൂക്ലിയർ മെംബ്രെയിന്റെ അകത്തുള്ള പോർ, ന്യൂക്ലിയോ പോർ വഴി സൈറ്റോപ്ലാസ്റ്റിലേക്ക് എത്തും. സൈറ്റോപ്ലാസ്റ്റിലെത്തി. സൈറ്റോപ്ലാസ്റ്റിലാണ് റൈബോസോംസ് ഉള്ളത്. അങ്ങനെ റൈബോസോംസ് വന്നിട്ട് ഇവരെ അറ്റാച്ച് ചെയ്യും. റൈബോസോം അറ്റാച്ച് ചെയ്യും, ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ആവും. ട്രാൻസ്ലേറ്റ് ചെയ്താൽ അയാൾ എന്തായി മാറും? പോളിപെപ്റ്റൈഡ് ചെയിനായി മാറും, അഥവാ പ്രോട്ടീനായി മാറും. ശരിയാണല്ലോ? അപ്പൊ ഇയാള് പ്രോട്ടീനായി മാറി സൈറ്റോപ്ലാസ്റ്റിൽ വെച്ചിട്ട്. അപ്പൊ ഇവിടെയുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? ഇവിടെ നോക്ക്, ഈ ബാക്ടീരിയൽ ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് mRNA ആണ് ഉണ്ടാവുന്നത്. പക്ഷേ യൂക്കാരിയോട്സിലാണെങ്കിൽ നേരിട്ട് mRNA ഉണ്ടാവുന്നില്ല. RNA പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ mRNA ഉണ്ടാവുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ RNA പ്രോസസ്സിംഗ് ആർക്ക് ആവശ്യമില്ല? പ്രോകാരിയോട്സിൽ ആവശ്യമില്ല. ക്ലിയർ? ഇനി രണ്ടാമത്തെ വ്യത്യാസം ഇവിടെ നോക്കടാ. ഇവിടെ ജീൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന mRNAക്ക് റെഡി ആയിട്ട് ആര് അവൈലബിൾ ആണ്? റൈബോസോംസ് ഒക്കെ അവൈലബിൾ ആണ്. കാരണം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ mRNA ഉണ്ടാവുന്നത് ന്യൂക്ലിയർ മെംബ്രെയിന്റെ അകത്ത്. സൈറ്റോപ്ലാസ്റ്റിലേക്ക് ഇയാളെ ട്രാൻസ്പോർട്ട് ചെയ്താൽ മാത്രമേ ആര് വരുള്ളൂ? റൈബോസോം അവൈലബിൾ ആവുള്ളൂ. അപ്പൊ എന്തായാലും ഇയാളെ സൈറ്റോപ്ലാസ്റ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഇല്ല. റെഡിലി ആയിട്ട് സൈറ്റോപ്ലാസം, അതായത് നമ്മുടെ റൈബോസോം ചുറ്റുവട്ടത്തെല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് ബാക്ടീരിയൽ സെല്ലിന്റെ അകത്ത് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് കംപ്ലീറ്റ് ആവുന്നതിന്റെ മുന്നേ തന്നെ പ്രോട്ടീൻ സിന്തസിസും തുടങ്ങും. മനസ്സിലായോ? പക്ഷേ യൂക്കാരിയോട്സിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞതിന് ശേഷം, RNA പ്രോസസ്സിങ്ങിന് ശേഷം, സൈറ്റോപ്ലാസ്റ്റിലേക്ക് എത്തിയതിനും ശേഷം മാത്രമേ അവിടെ ട്രാൻസ്ലേഷൻ നടക്കുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഇൻ ബാക്ടീരിയ അല്ലെങ്കിൽ പ്രോകാരിയോട്സ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ആർ കപ്പിൾഡ് എന്ന് പറയാൻ പറ്റും. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ആർ കപ്പിൾഡ്, രണ്ടും ഒരുമിച്ചാണ് നടക്കുന്നത്. ഈ ഒരു പോയിന്റ് ക്ലിയർ ആണല്ലോ? അപ്പൊ അതാണ് യൂക്കാരിയോട്സും പ്രോകാരിയോട്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഇനി ഇതിന്റെ എൻസൈമിൽ, RNA പോളിമറൈസ് എൻസൈമിലും വ്യത്യാസമുണ്ട്. അതും കൂടെ നമുക്ക് പഠിക്കാം, അത് വഴിയേ പഠിക്കാം. ഇതാണ് ഫണ്ടമെന്റലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വ്യത്യാസം. അപ്പൊ ഇനി ഒരു ട്രാൻസ്ക്രിപ്ഷന്റെ മെക്കാനിസം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ഓർ ലെസ് രണ്ടിലും ഒരുപോലെയാണ്. ഇതുപോലത്തെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ. ക്ലിയർ? അപ്പൊ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെപ്ലിക്കേഷൻ ആണെങ്കിൽ 2 സ്ട്രാൻഡുകളും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷെ ട്രാൻസ്ക്രിപ്ഷന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, മറ്റേ സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്. അത് നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്. എന്താണ് 2 സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്താലുള്ള പ്രശ്നം എന്നാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. സോ നോക്ക്, ഇവിടെ നമുക്കൊരു ജീൻ ഉണ്ട്. ഇതാണ് ഒരു ജീൻ. ഈ ജീനാണ് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് RNA പോളിമറൈസ് ആണ്. നമ്മൾ ഡീറ്റെയിൽസിലേക്ക് കടക്കും. അയാള് ഇവിടെ ഈ ജീനാണല്ലോ ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് ഈ രണ്ടായിട്ട് ഇവരുടെ ഇടയിലുള്ള ഹൈഡ്രജൻ ബോണ്ടിനെയൊക്കെ പൊട്ടിച്ചിട്ട് ഒരു ബബിൾ ഉണ്ടാക്കും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അയാൾ ഉണ്ടാക്കുന്ന ബബിൾ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഈ ജീനിനെ അയാൾ എന്ത് ചെയ്തു? RNA പോളിമറൈസ് വന്നിട്ട് ഒരു ബബിള് ഉണ്ടാക്കി. ഇപ്പൊ 2 സ്ട്രാൻഡ് ഉണ്ടല്ലോ, ഇവിടെ ഒരു സ്ട്രാൻഡ് ഉണ്ട്, ഇവിടെ ഒരു സ്ട്രാൻഡ് ഉണ്ട്.
ഞാൻ പറഞ്ഞു ഈ സ്ട്രാൻഡ് ആണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഈ സ്ട്രാൻഡ് ആണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. യെസ്. അപ്പം അതർ സ്ട്രാൻഡ് എന്ന് പറയുന്നത് എന്ത് സ്ട്രാൻഡ് ആണ്? നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്. നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്. അപ്പൊ ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് വഴി ഈ RNA പോളിമറൈസ് പുതിയ RNA സിന്തസൈസ് ചെയ്യും. അപ്പൊ റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും തമ്മിലുള്ള അടുത്ത വ്യത്യാസം എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റെപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രൈമർ എന്ന് പറഞ്ഞ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൈമർ വന്നതിന് ശേഷം മാത്രമല്ലേ DNA പോളിമറൈസേഷൻ നടത്താൻ പറ്റുള്ളൂ. അതായത് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോടൈഡിൽ ആർക്ക് വർക്ക് ചെയ്യാൻ പറ്റൂല? DNA പോളിമറൈസിന് വർക്ക് ചെയ്യാൻ പറ്റൂലായിരുന്നു. കഴിഞ്ഞ വീഡിയോയിലെ കാര്യമാണ് പറയുന്നത്. പക്ഷെ ഇവിടെ RNA പോളിമറൈസിന് അങ്ങനെയല്ല. RNA പോളിമറൈസിന് സിംഗിൾ സ്ട്രാൻഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. സോ അതുപോലത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇവിടെ ഇല്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്ക്, അയാള് ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്, ദിസ് ഈസ് ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ആ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ട് ഒരു RNA സിന്തസൈസ് ചെയ്തു. ഓക്കെ, എന്തായിരിക്കും ഈ RNA? എക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ആരാ വരിക? ടി ആണോ? ഇല്ല, RNAയിൽ ടി ഇല്ല. ആരേ ഉള്ളൂ? യു ആണ്. ടിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് എ വരും, ജിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് സി വരും, സിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ജി, സിക്ക് അഗെയിൻ ജി, ജിക്ക് സി, എക്ക് യു. അല്ലേ? അപ്പൊ നോക്ക്, ഇവിടെ ഉണ്ടായ ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടുണ്ടായ RNA ഞാൻ ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് വരയ്ക്കുന്നുണ്ട്. ഏതാണ്? യു, എ, സി, ജി, ജി, സി, യു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു ജീനിൽ നിന്നും ഒരൊറ്റ mRNA ഉണ്ടാവുന്നുള്ളൂ. അത് ഈ mRNA ആണ്. അതിനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പറയുന്നത്. സോ നമുക്കൊന്ന് അസ്യൂം ചെയ്യാം, ഈ സ്ട്രാൻഡിനും കോംപ്ലിമെന്ററി ആയിട്ടൊരു mRNA ഉണ്ടാവുകയാണെങ്കിൽ എന്താ അവസ്ഥ? നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. ശരിക്കും അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. നോക്ക്, ഞാൻ ഈ ഒരു നമ്മുടെ നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡും കോഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വരച്ചു തരാം. സോ ഇവിടെ ടി ആണ്. ടിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് എക്ക് കോംപ്ലിമെന്ററി ആയിട്ട് യു, സിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ജി, ജിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് സി, ജിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് അഗെയിൻ സി, സിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ജി ആണ് ഇവിടെ വരിക. ടിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് എന്താ വരേണ്ടത്? എ ആണ് വരേണ്ടത്. ആ RNA ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് ഇവിടെയാണ് നിങ്ങൾ നോക്കേണ്ട AUG. ഞാൻ അത് നോക്കിയിട്ടാണ് എഴുതുന്നത്. എ മുകളിൽ എഴുതാം, എ യു ജി സി, സി ജി എ. ശരിയല്ലേ? അപ്പം ഈ RNA എന്ന് പറയുന്നത് എന്താ? ഇതാണ് ശരിക്കും ഉണ്ടാവുന്ന RNA. നമ്മൾ അസ്യൂം ചെയ്യാണ് ഈ RNAയും കൂടെ, അതായത് നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്നും കൂടെ RNA ഉണ്ടാവും എന്ന് നമ്മൾ ജസ്റ്റ് അങ്ങ് അസ്യൂം ചെയ്യാണ്. അങ്ങനെ അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഈ രണ്ട് RNAയും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നമാണ് ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത്. നോക്ക്, എന്താ പ്രശ്നം? ഈ സ്ട്രാൻഡും തമ്മിൽ കോംപ്ലിമെന്ററി അല്ലേ? നോക്ക്, എയും യുവും തമ്മിൽ ഒരു ബേസ് പെയറിംഗ് നടക്കൂലേ? അതേപോലെ എയും യുവും തമ്മിൽ നടക്കും, ജിയും സിയും തമ്മിൽ നടക്കും, ജിയും സിയും തമ്മിൽ നടക്കും. ഇവരെല്ലാവരും തമ്മിൽ കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് നടക്കൂലേ? എടാ, ഇവര് കണ്ടാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന രണ്ട് ബേസ് പെയറിംഗ് നടക്കുന്ന രണ്ട് ന്യൂക്ലിയോടൈഡുകളല്ലേ? അപ്പൊ ഇവർ തമ്മിൽ അങ്ങ് കമ്പൈൻ ചെയ്യും. രണ്ട് RNA സ്ട്രാൻഡുകൾ കമ്പൈൻ ചെയ്താൽ, ബേസ് പെയർ ചെയ്താൽ എന്താ ഉണ്ടാവുക? ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാവും. ഇപ്പൊ ഇയാൾ എന്താ വിളിക്കുക? ഡബിൾ സ്ട്രാൻഡഡ് RNA എന്നാണ് വിളിക്കുക. അപ്പം ഒരു ജീനിൽ നിന്നും രണ്ട് RNA ഒരുമിച്ച് ഉണ്ടായാൽ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയി. ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടായാൽ എന്താ പ്രശ്നം? ഡബിൾ സ്റ്റാൻഡേർഡ് RNAക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റൂല. അതായത് പ്രോട്ടീൻ സിന്തസിസ് നടത്താൻ കഴിയില്ല. പിന്നെ നടക്കൂല. ക്ലിയർ ആണല്ലോ? സോ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കൂല. അതാണ് ഒന്നാമത്തെ കോംപ്ലിക്കേഷൻ. എന്താ പ്രശ്നം? രണ്ട് സ്ട്രാൻഡുകളും ടെംപ്ലേറ്റ് ആയിട്ടായിരുന്നു ആക്ട് ചെയ്യുന്നത് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടാവും. ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണെന്നുണ്ടെങ്കിൽ there is no protein synthesis. രണ്ടാമത്തെ പ്രശ്നം നോക്ക്, ഇവിടെ ഒരു mRNA ഉണ്ടായി. ഇത് ഒരു mRNA ആണ്. ഒരു ജീനിൽ നിന്നുണ്ടാവുന്ന mRNA 1 ഈ മുകളിൽ കാണിച്ച്. ഇനി താഴെ ഉള്ളതോ വേറൊരു mRNA ആണ്. ശരിയല്ലേ? mRNA 2. ഈ രണ്ട് mRNAയും
സൈറ്റോപ്ലാസ്റ്റിലേക്കൊക്കെ എത്തി, അല്ലെ അവിടെ റൈബോസോം വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യല്ലോ. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ mRNA-യിലുള്ള ട്രിപ്ലെറ്റ് കോഡുകളല്ലേ വായിക്കുക. ഇതൊരു ട്രിപ്ലെറ്റ് കോഡ്, ഇത് വേറൊരു ട്രിപ്ലെറ്റ് കോഡ്, അങ്ങനെ ട്രിപ്ലെറ്റ് കോഡുകളെയാണല്ലോ വായിക്കുക. യെസ്. അപ്പൊ നോക്ക്, ഈ mRNA-നെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ mRNA-നെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോട്ടീൻ ഉണ്ടാവും, ഒരു സെറ്റ് ഓഫ് പോളി പെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാവും, പ്രോട്ടീൻ ഉണ്ടാവും. ശരിയല്ലേ? നോക്ക്, ഈ സ്ട്രാൻഡും സെയിം അല്ലല്ലോ. എന്താണ്? കോംപ്ലിമെന്ററി ആണ്. ഈ ഡസൻ മീൻ ദാറ്റ് അവർ സെയിം ആന്നുള്ള ഒരു അർത്ഥമില്ല. അപ്പൊ നോക്ക്, ഇയാളെ റീഡ് ചെയ്യുമ്പം ഇവിടെ വേറെ ട്രിപ്ലെറ്റ് കോഡോൺസ് അല്ലേ ഉള്ളത്? രണ്ടും രണ്ട് ട്രിപ്ലെറ്റ് കോഡോൺസ് അല്ലേ? അതായത് മുകളിലുള്ള mRNA-യും താഴെയുള്ള mRNA-യും കോംപ്ലിമെന്ററി ആണ്, അവർ സെയിം അല്ല. അപ്പൊ അതിൽ നിന്നുണ്ടാവുന്ന പ്രോട്ടീൻ ഡിഫറെന്റ് ആവൂലേ? ഡിഫറെന്റ് ആവും. അപ്പൊ ഇതിൽ നിന്നുണ്ടാവുന്ന പ്രോട്ടീൻ ആണ് ഞാൻ വരയ്ക്കുന്നത്. സോ mRNA 2-ൽ നിന്നുണ്ടാവുന്ന പ്രോട്ടീൻ ഞാൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിഫറെന്റ് പ്രോട്ടീൻ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താ പ്രശ്നം? ഒരു ജീൻ എക്സ്പ്രസ് ചെയ്യുമ്പം രണ്ട് പ്രോട്ടീൻ ഉണ്ടാവുക, രണ്ട് ഡിഫറെന്റ് ടൈപ്പ് പ്രോട്ടീൻ ഉണ്ടാവുക. അത് ക്യാരക്ടർ എക്സ്പ്രഷൻ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റും. അത് ഒരിക്കലും നല്ലതല്ല. സ്മൂത്ത് ക്യാരക്ടർ എക്സ്പ്രഷൻ എന്ത് മാത്രമേ പറ്റുള്ളൂ? ഒരു ജീനിൽ നിന്നും രണ്ട് ഡിഫറെന്റ് പ്രോട്ടീൻ ഉണ്ടാവുന്നത് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാൻ നല്ലതല്ല, കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റും ആ മെക്കാനിസത്തെ. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ നമ്മൾ പഠിച്ചു, ഈ സ്ട്രാൻഡിന്റെ പേരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ശരിയല്ലേ? ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു RNA ആയിരിക്കും ഉണ്ടാവുക. ഈ സ്ട്രാൻഡിന്റെ പേരാണ് നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഈ നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയാൻ, നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ വേറൊരു പേരാണ് കോഡിംഗ് സ്ട്രാൻഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോഡിംഗ് സ്ട്രാൻഡ്. എന്താ ഈ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞാല്? നോക്ക്, ഇതാണ് കേട്ടോ നമ്മളുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അതിന് കോംപ്ലിമെന്ററി ആയിട്ട് ഉണ്ടാവുന്ന RNA, ഈ ഒരു സ്ട്രാൻഡും തമ്മിൽ കോംപ്ലിമെന്ററി ആണല്ലോ. ഇനീഷ്യലി അവിടെ നമ്മളുടെ ആദ്യത്തെ DNA രണ്ട് സ്ട്രാൻഡ് ഇല്ലേ, അവർ തമ്മിൽ കോംപ്ലിമെന്ററി ആണല്ലോ. ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു RNA ആണല്ലോ ഉണ്ടാവുന്നത്. ആ ഉണ്ടാവുന്ന RNA എന്ന് പറയുന്നത് ഈ സ്ട്രാൻഡിന് ഇക്വലന്റ് ആയിട്ടുള്ള RNA ആവൂലേ? പറഞ്ഞു തരാം. നോക്ക്, ഇവിടെ ഉണ്ടാവുന്ന RNA നോക്ക്, U, അതിന് പകരം ഇവിടെ T, A, C, G, C, U, T. അതായത് ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആണ് ഈ സ്ട്രാൻഡ്, ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആണ് ഉണ്ടാവുന്ന RNA. സോ RNA-യും നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡും ഇക്വലന്റ് ആവും. ഓൺലി വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? Tക്ക് പകരം U ആണ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? അപ്പം ഈ നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ റെലവൻസ് എന്ന് പറയുന്നത്, ഒരു റെലവൻസ് എന്ന് പറയുന്നത് എന്താണ്? അയാൾക്ക് അങ്ങനെ പേര് വരാനുള്ള കാരണം, നോൺ ടെംപ്ലേറ്റ് എന്നും ഒരു പേരുണ്ട്, മറ്റൊരു പേരാണ് കോഡിംഗ് സ്ട്രാൻഡ്. ഇയാളെ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കാനുള്ള കാര്യം എന്താന്ന് മനസ്സിലായോ? എന്താ ഇയാളെ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കാനുള്ള കാരണം? അതായത് ഇവിടെ ഉണ്ടാവുന്ന ഈ ജീനിൽ നിന്നുണ്ടാവുന്ന RNA കോഡ് എന്തിന് ഇക്വലന്റ് ആണ്? ഇവിടുത്തെ നോൺ ടെംപ്ലേറ്റിന് ഇക്വലന്റ് ആണ്. ഓൺലി ഡിഫറൻസ് ഈസ് നമ്മള് ഇവിടെ Tക്ക് പകരം എന്തായിരിക്കും ഉണ്ടാവുക? U ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? അതുകൊണ്ടാണ് ഇയാളെ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? കോഡിംഗ് സ്ട്രാൻഡ് ആക്ച്വലി കോഡ് ചെയ്യുന്നുണ്ടോ? ശരിക്കും കോഡ് ചെയ്യുന്ന സ്ട്രാൻഡ് ആരാ? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്. എന്നിട്ടും ഇയാളെ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കാൻ കാരണം കോഡിംഗ് സ്ട്രാൻഡിന് ഇക്വലന്റ് ആയിട്ടുള്ള RNA ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അതാണ് ആ നെയിമിങ്ങിന്റെ റെലവൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വരാറുണ്ട്. ഇതിൽ നിന്നും വന്ന ഒരു ചോദ്യം നമുക്ക് നോക്കാം. 2018 വന്ന ചോദ്യമാണ്. നമുക്ക് ഇവിടെ ഒരു കോഡിംഗ് സ്ട്രാൻഡ് തന്നിട്ടുണ്ട്. തന്ന കോഡിംഗ് സ്ട്രാൻഡ് ഇതാണ്. അതിൽ നിന്നും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള mRNA ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ നോക്ക്, ഇവിടെ നമുക്ക് എന്താ തന്നത്? ഇവിടെ ഒരു കോഡിംഗ് സ്ട്രാൻഡ് തന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള mRNA ഏതാന്നാ ചോദിച്ചത്. നമുക്കറിയാം mRNA തന്നെയാണ്, അതിന് ഇക്വലന്റ് തന്നെയാണ് കോഡിംഗ് സ്ട്രാൻഡ്. വ്യത്യാസം എന്ന് മാത്രമേ എന്തേ ഉള്ളൂ? Tക്ക് പകരം ഇവിടെ U ആയിരിക്കും. ബാക്കി എല്ലാം സെയിം ആവും. നമ്മൾ ഇപ്പം തിയറി കണ്ടിട്ടല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നോക്ക്, ഈ കോഡിംഗ് സ്ട്രാൻഡ് തന്നെയാണ് mRNA. Tക്ക് പകരം U. ഞാൻ എന്താ ക്വസ്റ്റ്യൻ പേപ്പറിൽ Tക്ക് പകരം U എന്ന് എഴുതി. അപ്പൊ എന്താ വരിക? AGGU, AU, CGC, AU. ശരിയല്ലേ? സോ ഓപ്ഷൻ 1 ആണ് ഉള്ളത്. ഇനി ആ തന്നത് എങ്ങാനും കോഡിംഗ് സ്ട്രാൻഡ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്.
ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതേണ്ടത്? ആ തന്ന സീക്വൻസിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു RNA എഴുതണം. ശരിയല്ലേ? അതൊക്കെ നിങ്ങൾക്ക് ഈസിലി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം, ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. അപ്പം DNA-യിലുള്ള കുറച്ച് സീക്വൻസുകൾ ചേർന്നിട്ടാണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന് 3 പാർട്ടാണ് ഉള്ളത്. എന്തൊക്കെയാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിലുള്ള പാർട്ട്? ഒരു പ്രൊമോട്ടർ റീജിയൻ ഉണ്ടാവും, ഒരു പ്രൊമോട്ടർ റീജിയൻ ഉണ്ടാവും. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ജീന്, സ്ട്രക്ചറൽ ജീൻ ഉണ്ടാവും അല്ലേ? സ്ട്രക്ചറൽ ജീന് ഉണ്ടായിരിക്കും. ആൻഡ് ടെർമിനേറ്റർ റീജിയനും ഉണ്ടായിരിക്കും. ഈ 3 റീജിയൻസ് ചേർന്നതാണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ അകത്ത് എന്തൊക്കെയുള്ളത്? പ്രൊമോട്ടർ. ഈ പ്രൊമോട്ടർ റീജിയനിലാണ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തെ റീജിയൻ ആണ് സ്ട്രക്ചറൽ ജീന്. സ്ട്രക്ചറൽ ജീനിന്റെ അകത്താണ് ഇൻഫർമേഷൻ ഉള്ളത്, എങ്ങനെ mRNA ഉണ്ടാവണം എന്നുള്ളത്. ആൻഡ് മൂന്നാമത്തെ റീജിയൻ ആണ് ടെർമിനേറ്റർ റീജിയൻ. ടെർമിനേറ്റർ റീജിയനിലാണ് ട്രാൻസ്ക്രിപ്ഷൻ എൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്കി എങ്ങനെയാണ് ഇവരുടെ ലൊക്കേഷൻ എന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സോ ഇതാ ഈ സ്ട്രക്ചറൽ ജീനിന്റെ മുന്നേ ആയിട്ട് ഇവിടെയാണ് പ്രൊമോട്ടർ റീജിയൻ ഉണ്ടാവുക. ദിസ് ഈസ് ദ പ്രൊമോട്ടർ റീജിയൻ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കാണുന്നു, നമ്മൾ ഓൾറെഡി ഈ റെഡ് കളറിലുള്ള സാധനം കണ്ടു. എന്താണ്? ജീനാണ്, സ്ട്രക്ചറൽ ജീനാണ്. ക്ലിയർ ആണല്ലോ? ആൻഡ് ദ ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ടെർമിനേറ്റർ റീജിയൻ ആണ്. ഇതൊക്കെ DNA സീക്വൻസുകളാണ്, ശരിയല്ലേ? DNA-ന്റെ പാർട്ടാണ്. സോ ദിസ് ഈസ് ദ ടെർമിനേറ്റർ റീജിയൻ. ദിസ് ഈസ് ദ ടെർമിനേറ്റർ റീജിയൻ. അപ്പം ഇവിടെ ഈ കാണുന്ന ഈ പാർട്ടിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? സ്ട്രക്ചറൽ ജീൻ. അപ്പൊ നോക്ക്, ഈ പ്രൊമോട്ടർ റീജിയൻ എന്ന് പറയുന്നത്, പ്രൊമോട്ടർ റീജിയനിലാണ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ടെർമിനേറ്റർ റീജിയനിലാണ് ട്രാൻസ്ക്രിപ്ഷൻ എൻഡ് ചെയ്യുക. mRNA-ന്റെ അകത്തുള്ള mRNA എങ്ങനെയായിരിക്കണം എന്നുള്ള മെസ്സേജ് ക്യാരി ചെയ്യുന്ന DNA സീക്വൻസ് ആണ് സ്ട്രക്ചറൽ ജീൻ. ഇത്രയും കാര്യങ്ങളോ ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും സ്ട്രക്ചറൽ ജീന് പ്രൊമോട്ടറിന്റെയും ടെർമിനേറ്ററിന്റെയും ഇടയിൽ കുടുങ്ങി കിടക്കുന്ന സ്ഥലമാണെന്ന് പറയാൻ പറ്റും അല്ലേ? സ്ട്രക്ചറൽ ജീൻ ഈസ് ഫ്ലാങ്ക്ഡ് ബിറ്റ്വീൻ പ്രൊമോട്ടർ ആൻഡ് ടെർമിനേറ്റർ എന്ന് പറഞ്ഞ ഒരു വരി നിങ്ങൾക്ക് NCERT വായിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന RNA പോളിമറൈസ് ചെയ്യുന്ന എൻസൈമിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സോ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന എൻസൈമിന്റെ പേര് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഒന്ന് വരയ്ക്കാം, ഒരു റഫായിട്ട് ഒന്ന് വരയ്ക്കാം. ഈ എൻസൈം നോക്ക്, റെപ്ലിക്കേഷനിൽ DNA ആണല്ലോ പോളിമറൈസ് ചെയ്യപ്പെടുന്നത്. അവിടുത്തെ എൻസൈമിന്റെ പേരെന്താ? DNA പോളിമറൈസ്. അപ്പൊ RNA പോളിമറൈസ് ചെയ്യുന്ന എൻസൈമിന്റെ പേരെന്തായിരിക്കും? RNA പോളിമറൈസ്. ശരിയല്ലേ? RNA പോളിമറൈസ്. ഇനി RNA പോളിമറൈസ് എന്ന് ഇയാളെ സിമ്പിൾ ആയിട്ട് പറയാം. ഇനി സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. അപ്പൊ നോക്ക്, ഇയാളുടെ പ്രത്യേകതകൾ, 3 പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കണം. DNA ഡിപ്പെൻഡന്റ് ആണ്, അതല്ലേ ഇയാളുടെ ഒന്നാമത്തെ പോയിന്റ്. ഇയാൾ DNA ഡിപ്പെൻഡന്റ് ആണ്. എന്താ DNA ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം? ഇയാൾക്ക് ഒരു DNA ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ, ഒരു DNA സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പോളിമറൈസ് RNA ഉണ്ടാക്കാനുള്ള കഴിവുള്ളൂ. അപ്പൊ ഇയാൾക്ക് എന്ത് ആവശ്യമുണ്ട്? DNA ടെംപ്ലേറ്റ് ആവശ്യമുണ്ട്. DNA സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആവശ്യമുണ്ട്. ശരിയാണോ? സിമ്പിൾ അല്ലേ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇയാൾക്ക് RNA സിന്തസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ RNA-ന്റെ ന്യൂക്ലിയോടൈഡ്സ് വേണമല്ലോ, വേണ്ടേ? ആ RNA ന്യൂക്ലിയോടൈഡ്സ് നിങ്ങൾ DNA-ന്റെ പോളിമറൈസേഷനിൽ ഓർക്കുന്നുണ്ടാവും. DNA സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് ഡയറക്ട്ലി ന്യൂക്ലിയോടൈഡ് ആണോ ആഡ് ചെയ്യുന്നത്? അല്ല. എന്താ ആഡ് ചെയ്യുന്നത്? ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ആണ്. സിമിലർലി RNA-ലും എന്ത് തന്നെയാണ്? റൈബോ ന്യൂക്ലിയോസൈഡ്. ഡിയോക്സി റൈബോ ആണോ? അല്ല, റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വരിക. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. അപ്പം എന്താണ് റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റിന്റെ പ്രത്യേകത? ഒരു റൈബോ ഷുഗർ ഉണ്ടാവും. RNA ആയതുകൊണ്ടാണ് റൈബോ ഷുഗർ. എന്നിട്ട് ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും. അത് അഡിനിൻ ആവാം, അല്ലെങ്കിൽ ഗുവാനിൻ ആവാം, സൈറ്റോസിൻ ആവാം. തൈമിൻ ഉണ്ടാവില്ല, യുറാസിലേ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ?
ഒരു ഫോസ്ഫേറ്റ് ആണെങ്കിൽ ഇപ്പൊ ആരായി മാറി? ഇപ്പം RNA ഒരു ന്യൂക്ലിയോടൈഡ് ആയി മാറി. പക്ഷെ ഇവിടെ ട്രൈ ഫോസ്ഫേറ്റ് അല്ലേ, 3 ഫോസ്ഫേറ്റ് ആണ്. ഇയാളാണ് ATP. അപ്പൊ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈ ഫോസ്ഫേറ്റ്, അതിന്റെ നൈട്രജൻ ബേസ് അഡെനിൻ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കാണിച്ചത്. ഇങ്ങനെയുള്ള ആളെയാണ് ആഡ് ചെയ്യുന്നത്. അതിന്റെ അകത്തുള്ള 3 ഫോസ്ഫേറ്റിലെ 2 ഫോസ്ഫേറ്റിനെ പൊട്ടിച്ചു കളയും. സോ ആ എനർജി ഉപയോഗിച്ചിട്ടാണ് RNA പോളിമറൈസ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്ത ഇയാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടെ നിങ്ങൾ അറിയേണ്ടത് എന്താന്ന് ചോദിച്ചാല്, DNA പോളിമറൈസ് പോലെ, DNA ഡിപെൻഡന്റ് DNA പോളിമറൈസ് ഇല്ലേ, DNA പോളിമറൈസ് പോലെ തന്നെ ഇയാളും പോളിമറൈസ് ചെയ്യുന്ന സമയത്ത് ഫ്രീ 5' എൻഡിൽ പോളിമറൈസ് ചെയ്യാൻ കഴിയില്ല. പുതിയൊരു ന്യൂക്ലിയോടൈഡിന് ഇയാൾക്ക് അറ്റാച്ച് ചെയ്യാനുള്ള കഴിവില്ല. എന്ത് മാത്രമേ ഉള്ളൂ? ഫ്രീ 3' എൻഡിൽ മാത്രമേ ഈ പറയുന്ന എൻസൈമിന് പോളിമറൈസേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള കഴിവുള്ളൂ. അപ്പം ഇയാളുടെ പോളിമറൈസേഷന്റെ വർക്ക് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷൻ ആയിരിക്കും? 5' to 3' ഡയറക്ഷനിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ DNA ഡിപെൻഡന്റ് RNA പോളിമറൈസിന്റെ ഡയറക്ഷനും 5' to 3' ആണ്. നമ്മുടെ DNA പോളിമറൈസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നു? 5' to 3' ഡയറക്ഷൻ ആണ്. ക്ലിയർ? അപ്പൊ നോക്ക്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൊമോട്ടർ റീജിയനിലാണ് ഈ DNA ഡിപെൻഡന്റ് RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുക. എന്നിട്ട് ആ പ്രൊമോട്ടർ റീജിയനിൽ അൺവൈൻഡ് ചെയ്യാൻ തുടങ്ങും. ആ ഹൈഡ്രജൻ ബോണ്ട്, ആ 2 സ്ട്രാൻഡുകൾ തമ്മിൽ അൺവൈൻഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു ബബിൾ ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ, അങ്ങനെ ഒരു ബബിൾ ഉണ്ടാക്കും. അതിനുശേഷം ഈ സ്ട്രക്ചറൽ ജീന് അതിനനുസരിച്ച് അൺവൈൻഡ് ചെയ്ത് പോകും. അപ്പം പുതിയ ഉണ്ടാക്കുന്ന RNAയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്ത് ഡയറക്ഷൻ ആയിരിക്കണം? 5' to 3' ആവണ്ടേ? 5' to 3' ഡയറക്ഷൻ ആവണം. അങ്ങനെ നോക്ക്, ഈ DNA ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇത് 3' 5' ആണ്, ഇവിടെ 5' 3' ആണ് ആ സ്ട്രാൻഡുകൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 സ്ട്രാൻഡുകളാണല്ലോ ഉള്ളത്. ഓക്കെ, 2 സ്ട്രാൻഡ് ആണ്. അതിൽ ഒന്ന് ടെംപ്ലേറ്റ് ആണ്, ഒന്നിന് നോൺ ടെംപ്ലേറ്റ് ആണ്. ഇനി എങ്ങനെയാണ് ഇതിൽ ആരാ ടെംപ്ലേറ്റ് ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക? നോക്ക്, പ്രൊമോട്ടർ റീജിയനിലാണ് RNA പോളിമറൈസ് ബൈൻഡ് ചെയ്ത് ഈ പ്രൊമോട്ടർ ടു ടെർമിനേറ്റർ ആണ് ഇയാൾക്ക് പോണ്ടത്. ഓക്കെ, ഈ ആളാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എങ്കിൽ ഇവിടെ ഉണ്ടാവുന്നത് നോക്ക്, 5' ആയിട്ടുള്ള എൻഡ് എന്ന് പറയുന്നത് ഈ എൻഡ് ആണല്ലോ. സോ DNA 5' എൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പൊ ഉണ്ടാക്കുന്ന RNA എന്ന് പറയുന്നത് 5' എൻഡ് എന്ന് പറയുന്ന ആ ആളുടെ 3' എൻഡ് അല്ലേ ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഈ സ്ട്രാൻഡ് ആണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എങ്കിൽ ഉണ്ടാവുന്നത് 3' to 5' ഡയറക്ഷനിലാവൂലേ? അപ്പൊ താഴത്തെ സ്ട്രാൻഡ് അല്ല എന്ത് സ്ട്രാൻഡ്? ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. കാരണം ഈ എൻസൈമിന് എന്ത് ഡയറക്ഷനിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ? 5' 3' ഡയറക്ഷനില. താഴെ ടെംപ്ലേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ 3' 5' ഡയറക്ഷനിൽ വർക്ക് ചെയ്യേണ്ടി വരും, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലായത് മുകളിലുള്ള സ്ട്രാൻഡ് ആണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നുള്ളത്? നമുക്ക് എങ്ങനെ മനസ്സിലായത്? മുകളിലുള്ള സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ DNA 3' എൻഡ്. സോ ഇവിടുത്തെ DNA എന്ന് പറയുന്നത് 3', ഇത് 5' ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ അതിന് കോംപ്ലിമെന്ററി ആയിട്ടാണ് ഒരു RNA ഉണ്ടാവുന്നത് എങ്കിൽ RNA 5' എൻഡ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കുമല്ലോ. ആൻഡ് RNA 5' എൻഡ് ഇവിടെ ആയിരിക്കും. ആൻഡ് അയാൾ ഉണ്ടാക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് 5' to 3' ഡയറക്ഷൻ. 5' to 3' ഡയറക്ഷനിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ 5' to 3' ഡയറക്ഷനിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ട്രാൻഡിൽ മാത്രമേ അപ്പൊ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആവാൻ സാധ്യത ഉള്ളൂ. ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അപ്പൊ ഈ സ്ട്രാൻഡ് എന്തായേ പറ്റത്തുള്ളൂ? നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയേ പറ്റത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പം നേരെ മറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഇവിടെ പ്രൊമോട്ടറും ഇവിടെ ടെർമിനേറ്ററും ആണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്ട്രാൻഡ് ആയിരിക്കും ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. നമുക്ക് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പറയാനൊന്നും പറ്റൂല. എവിടെയാണോ പ്രൊമോട്ടർ ആൻഡ് എവിടെയാണോ ടെർമിനേറ്റർ അവരുടെ സ്പേസിനനുസരിച്ചിരിക്കും അവരെവിടെയാണോ പ്ലേസ് ചെയ്തത് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ടെംപ്ലേറ്റ് ചെയ്താ നോൺ ടെംപ്ലേറ്റ് ചെയ്താ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് RNA പോളിമറൈസ് എൻസൈമിനെ ടെംപ്ലേറ്റ് ചെയ്താ ആൻഡ് നോൺ ടെംപ്ലേറ്റ് ചെയ്താ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ക്ലിയർ അല്ലേ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഇതിന്റെ ടെംപ്ലേറ്റ് ഏതാണെന്നുള്ളതും നോൺ ടെംപ്ലേറ്റ് ഏതാ എന്നുള്ളതും മനസ്സിലായി. ക്ലിയർ? ഇനി മോളിക്കുലാർ ബയോളജിസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു കൺവെൻഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്ക്, ഇവിടെയാണ് പ്രൊമോട്ടർ. അപ്പൊ സ്ട്രക്ചറൽ ജീനിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. ഈ ഒരു ഭാഗത്തു നിന്നാണ് RNA പോളിമറൈസേഷൻ നടക്കുക.
ഏതിന് കോംപ്ലിമെന്ററി ആയിട്ട്? ഈ ഒരു സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടാണ് പോളിമറൈസേഷൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്ക്, ഇവിടെ ഈ ഒരു ഡയറക്ഷനിലാണല്ലോ പോളിമറൈസേഷൻ നടക്കുന്നത്, ഈ ഒരു ഡയറക്ഷൻ, ശരിയല്ലേ? RNA പോളിമറൈസേഷൻ നടക്കുന്ന ഡയറക്ഷനെ നമ്മൾ കൺവെൻഷനലി മോളിക്കുലർ ബയോളജിസ്റ്റുകൾ വിളിക്കാറുണ്ട് ഡൗൺ സ്ട്രീം എന്ന് വിളിക്കാറുണ്ട്. ഡൗൺ സ്ട്രീം. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടല്ലോ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പോളിമറൈസേഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ആ ഓപ്പോസിറ്റ് ഡയറക്ഷനെ നമ്മൾ വിളിക്കും അപ്സ്ട്രീം എന്ന് വിളിക്കും. അപ്സ്ട്രീം ഒന്നുമില്ല, ഈ ഒരു കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോളിമറൈസേഷൻ നടക്കുന്ന ഡയറക്ഷൻ ഡൗൺ സ്ട്രീം, പോളിമറൈസേഷന്റെ ഓപ്പോസിറ്റ് ഉള്ള ഡയറക്ഷൻ അപ്സ്ട്രീം. ഇനി എന്താ ഇതിന്റെ റെലവൻസ്? ഞാൻ പറയുകയാണ്, സ്ട്രക്ചറൽ ജീനിന്റെ ഡൗൺ സ്ട്രീം ആയിട്ടാണ് ടെർമിനേറ്റർ ഉള്ളത്, സ്ട്രക്ചറൽ ജീനിന്റെ അപ്സ്ട്രീം ആയിട്ടാണ് പ്രൊമോട്ടർ ഉള്ളത്. അങ്ങനെയൊക്കെ ഡയറക്ഷൻ പറയാൻ വേണ്ടി ഉപയോഗിക്കുമെന്ന് മാത്രം. അപ്പം ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ വലത്തെ ഭാഗത്തേക്ക് ഡൗൺ സ്ട്രീം, ഇടത്തെ ഭാഗത്തേക്ക് അപ്സ്ട്രീം, അത്രയേ ഉള്ളൂ. ഇനി അതുപോലെ ഒരു കൺവെൻഷനും കൂടെ ഉണ്ട്, അതാണ് നമ്മളുടെ നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ റെലവൻസ് എന്ന് പറയുന്നത്. നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ നമ്മൾ എന്തെന്നും പറയാറുണ്ട്? കോഡിംഗ് സ്ട്രാൻഡ് എന്നും പറയാറില്ലേ? കോഡിംഗ് സ്ട്രാൻഡ് എന്നും പറയാറുണ്ട്. അപ്പൊ ഈ കോഡിംഗ് സ്ട്രാൻഡിന്റെ റെലവൻസ് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ ഡയറക്ഷൻ പറയാൻ ഉപയോഗിക്കുന്ന റെഫറൻസ് എന്ന് പറയുന്നത് കോഡിംഗ് സ്ട്രാൻഡ് ആണ്. എന്താ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സ്ട്രക്ചറൽ ജീനിന്റെ ഏത് എൻഡിലാണ് പ്രൊമോട്ടർ ഉള്ളത്, 5' എൻഡിലാണോ 3' എൻഡിലാണോ പ്രൊമോട്ടർ ഉള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് നോക്കി പറ, ഏത് എൻഡിലാണ് ഉള്ളത്? സ്ട്രക്ചറൽ ജീനിന്റെ ഏത് എൻഡിലാണ്, 5' എൻഡിലാണോ 3' എൻഡിലാണോ പ്രൊമോട്ടർ ഉള്ളത്? ഇതാണ് പ്രൊമോട്ടർ, ഇതാണ് സ്ട്രക്ചറൽ ജീൻ. സ്ട്രക്ചറൽ ജീനിന്റെ 5' എൻഡ് എന്ന് പറഞ്ഞാൽ ഇയാളത് നോക്കുകയാണെങ്കിൽ, ഈ സ്ട്രാൻഡ് നോക്കുകയാണെങ്കിൽ 5' എൻഡ് ഇവിടെ, 3' എൻഡ് ഇവിടെ വരും, ശരിയല്ലേ? ഇനി പക്ഷെ ഈ സ്ട്രാൻഡ് നമ്മളുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ് റെഫറൻസ് ആക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 3' എൻഡ് ഇവിടെ, 5' എൻഡ് ഇവിടെ. മനസ്സിലായോ കാര്യം? സ്ട്രക്ചറൽ ജീനിന്റെ ഏത് എൻഡിലാണ് പ്രൊമോട്ടർ വരിക എന്ന് ചോദിച്ചാല് ഈ എൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ 3' എൻഡാ, അപ്പൊ നമ്മൾ ഉത്തരം 3' എൻഡ് എന്ന് പറയും. ഇവിടെ നമ്മൾ നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ 5' എൻഡിലാ വരുന്നത്, അപ്പൊ നമ്മള് 5' എൻഡ് എന്ന് പറയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, കോഡിംഗ് സ്ട്രാൻഡ് ആണ് റെഫറൻസ് ആയി എടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ, അതിന്റെ റെലവൻസ് എന്താണ്? കോഡിംഗ് സ്ട്രാൻഡിന് റെഫറൻസ് ആയി എടുത്തിട്ട് നിങ്ങൾ ഡയറക്ഷൻ പറയാൻ പാടുള്ളൂ. അതായത് കോഡിംഗ് സ്ട്രാൻഡ് ആണ് നിങ്ങൾ റെഫറൻസ് ആയി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കോഡിംഗ് സ്ട്രാൻഡിന്റെ 5' എൻഡ് എന്ന് പറയുന്നത് ഇതല്ലേ? അതായത് സ്ട്രക്ചറൽ ജീനിന്റെ 5' എൻഡിലാണ് പ്രൊമോട്ടർ റീജിയൻ വരുന്നത്, സ്ട്രക്ചറൽ ജീനിന്റെ 3' എൻഡിലാണ് ടെർമിനേറ്റർ വരുന്നത്. മനസ്സിലായോ? ഇവിടെയാണ് 3' എൻഡ്. നിങ്ങൾ എന്ത് നോക്കാൻ പാടില്ല? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് നോക്കാൻ പാടില്ല. അപ്പം കോഡിംഗ് സ്ട്രാൻഡ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. 2 ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞ ഇമ്പോർട്ടൻസ് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. എന്താ? ഉണ്ടാവുന്ന RNAക്ക് ഇക്വലന്റ് ആയിട്ടുള്ള സ്ട്രാൻഡ് ആണ്, അതുകൊണ്ടാണ് കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ ഏത് ഡയറക്ഷൻ പറയാനുള്ള റെഫറൻസ് എന്ന് പറയുന്നത് കോഡിംഗ് സ്ട്രാൻഡ് ആണ്. ക്ലിയർ? ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ബാക്ടീരിയയിലും യൂകാരിയോട്സിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിച്ചു. ഈ DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്, ഈ എൻസൈമിന്റെ കാര്യത്തിലും ഇവിടെ ബാക്ടീരിയയും അതുപോലെ യൂകാരിയോട്സും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എന്താണുള്ളത് നമ്മൾ പറയാണ്. ബാക്ടീരിയ അല്ലെങ്കിൽ പ്രോകാരിയോട്സിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ബാക്ടീരിയയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ എൻസൈം, RNA പോളിമറൈസ് എന്ന് പറഞ്ഞ ഒരേ ഒരു എൻസൈം മാത്രമേ അവർക്കുള്ളൂ. അവർക്ക് ആകെ RNA പോളിമറൈസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം മാത്രമേ ഉള്ളൂ. ആ എൻസൈം ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA ഉണ്ടാക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളുടെ ട്രാൻസ്ഫർ RNA, അഡാപ്റ്റർ മോളിക്യൂൾ അല്ലെ, പ്രോട്ടീൻ സിന്തസിസിൽ നമ്മൾ പഠിക്കും. അതിനാണ് നമ്മൾ tRNA എന്ന് പറയുക. ഓക്കെ, അടുത്ത ടൈപ്പ് RNA ആണ് മെസഞ്ചർ RNA. അതിന്റെ അകത്താണ് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനുള്ള മെസ്സേജ് ഉള്ളത്, ട്രിപ്ലെറ്റ് കോഡോൺസ് ഉള്ളത്. ശരിയാണല്ലോ? ഇനി അടുത്ത RNA എന്ന് പറയുന്നത് നമ്മളുടെ rRNA. എന്താ rRNA എന്ന് പറഞ്ഞാല്? റൈബോസോമൽ RNA. റൈബോസോം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് പ്രോട്ടീൻസും കുറച്ച് RNAയും വെച്ചിട്ടാണ്. ഏതൊക്കെ RNA എന്ന് ചോദിച്ചാല് ഈ rRNAകൾ വെച്ചിട്ടാണ് റൈബോസോമുകൾ ഉണ്ടാക്കിയത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് rRNA ഉണ്ട്. ജനറലി നമ്മൾ rRNA എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ ബാക്ടീരിയന്റെ അകത്ത് ഒരേ ഒരു എൻസൈമേ ഉള്ളൂ. ഈ ഒരൊറ്റ എൻസൈമാണ് എല്ലാ RNAനെയും ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ യൂകാരിയോട്സിൽ വരുമ്പം കാര്യങ്ങൾ വ്യത്യസ്തമാണ്.
യൂക്കാരിയോട്സിൽ വരുമ്പം എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. യൂക്കാരിയോട്സിൽ RNA പോളിമറൈസ് എൻസൈമുകൾ അറ്റ്ലീസ്റ്റ് RNA പോളിമറൈസ് എൻസൈമുകളില്ലേ അറ്റ്ലീസ്റ്റ് 3 എണ്ണമെങ്കിലും ഉണ്ട്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 3 എണ്ണമെങ്കിലും ഉണ്ട് എന്നാണ് പറയുന്നത്. 4ഉം 5ഉം ഒക്കെ അതിനുശേഷം കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനൊക്കെ റെഫറൻസുകൾ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 എന്നുള്ളത് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഞാൻ അറ്റ്ലീസ്റ്റ് 3 എന്ന് പറഞ്ഞത്. ഓക്കെ, RNA പോളിമറൈസ് 1, ഇനി ഞാൻ RNA എന്ന് എഴുതുന്നില്ല, RNA പോളിമറൈസ് 1, അതേപോലെ RNA പോളിമറൈസ് 2 ആൻഡ് RNA പോളിമറൈസ് 3. ഇതാണ് 3 എൻസൈമുകൾ. അതായത് ഇവിടെ നമുക്ക് നമ്മളുടെ പ്രോകാരിയോട്സിൽ ഈ എല്ലാ ടൈപ്പ് RNAയും പോളിമറൈസ് ചെയ്യുന്ന സിംഗിൾ എൻസൈമാണ്. പക്ഷെ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എൻസൈമാണ്. ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്, ഓരോരുത്തർക്ക് ഓരോരോ ടാസ്ക് ഉണ്ട്. നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. പോളിമറൈസ് 1, RNA പോളിമറൈസ് 1 ആണ് rRNA സിന്തസൈസ് ചെയ്യുന്നത്. അതിനുള്ള എക്സാമ്പിൾ ആണ് 28S rRNA, 28S rRNA, 18S rRNA, അതുപോലെ 5.8S rRNA. ഇനി RNA പോളിമറൈസ് 2 ആണ് നമ്മളുടെ mRNA അല്ലേ, mRNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ നേരിട്ട് mRNA ഉണ്ടാവുമോ? ഇല്ല, പ്രീ mRNA അല്ലേ ഉണ്ടാവുക. പ്രീ mRNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. പ്രീ mRNA വേറൊരു പേരെന്താ? HNRNA, ഹെട്രോജീനസ് RNA എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, HNRNA. വളരെ ടൈറ്റ് സ്പേസ് ആയി പോയി. ഇതെന്താണ്? പ്രീ mRNA, ഇതാണ് HNRNA. ക്ലിയർ? ഇനി RNA പോളിമറൈസ് 3 ആണ് tRNA. നമ്മൾ ട്രാൻസ്ഫർ RNA അല്ലേ, tRNA. അതേപോലെ 5S എന്ന് പറയുന്ന ഒരു rRNA ഉണ്ട്, റൈബോസോമൽ RNA തന്നെയാണ് 5S rRNA ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ സ്മോൾ ന്യൂക്ലിയർ RNA, അതായത് SNRNA. ഇത് നമ്മളുടെ RNA സ്പ്ലൈസിങ്ങിൽ നിങ്ങൾ പഠിക്കും. RNA സ്പ്ലൈസിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള RNA ആണ്. അപ്പൊ എന്താ വ്യത്യാസം? ബാക്ടീരിയ യൂക്കാരിയോട്ടും തമ്മിലുള്ള അടുത്ത വ്യത്യാസം ഞാൻ പറയുന്നത്, ബാക്ടീരിയയിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡിഫറെന്റ് ടൈപ്പ് RNAയും ഉണ്ടാക്കുന്നത് ഒരു സിംഗിൾ എൻസൈമാണ് കോൾഡ് RNA പോളിമറൈസ്. യൂക്കാരിയോട്ടിലാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA ഉണ്ടാക്കുന്നത് ഡിഫറെന്റ് ടൈപ്പ് RNA പോളിമറൈസുകളാണ്. അറ്റ്ലീസ്റ്റ് 3 RNA പോളിമറൈസ് എങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാ എന്നുള്ളത് ചോദിക്കും. ഇത് നോക്ക്, ഇത് 2021 ചോദിച്ച ചോദ്യമാണ്. RNA പോളിമറൈസ് 3 സിന്തസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ പോളിമറൈസ് ചെയ്യുന്ന RNA ടൈപ്പ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇത് ഓരോന്നും പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യം വരുന്ന ഭാഗമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിലും ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കേണ്ടത്. ക്ലിയർ? ഇനി എന്താണ് RNA സിന്തസിസ്, എങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എന്നാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ ട്രാൻസ്ക്രിപ്ഷന് അല്ലെങ്കിൽ RNA സിന്തസിസിന് 3 സ്റ്റെപ്പുകളാണ് ഉള്ളത്. 3 സ്റ്റെപ്പ്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മളെ DNA റെപ്ലിക്കേഷൻ പോലെയൊക്കെ 3 സ്റ്റെപ്പാണ് ഉള്ളത്. ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ഇനീസിയേഷൻ. എന്താ ഇനീസിയേഷൻ എന്ന് പറഞ്ഞാല്, പ്രൊമോട്ടർ റീജിയനിലേക്ക് RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇനീസിയേഷൻ. ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാല് ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ട് RNA പോളിമറൈസേഷൻ ഇങ്ങനെ നടന്ന് പോവുക. RNA സ്ട്രാൻഡ് ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യുന്നതിനെയാണ് ഇലോങ്ങേഷൻ എന്ന് പറയുക. അങ്ങനെ ടെർമിനേറ്റർ റീജിയനിൽ ഈ എൻസൈം എത്തുന്ന സമയത്ത് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ആവും. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ആവുന്നതിനാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. സോ ഈ 3 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് കാര്യം മനസ്സിലാക്കാം. അപ്പൊ നമ്മളെ എൻസൈം ഏതാ? നമ്മളുടെ എൻസൈം RNA പോളിമറൈസ് അല്ലെ, DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. ഈ RNA പോളിമറൈസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇയാളാണ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് RNA പോളിമറൈസ് ആണ് അല്ലേ. എന്താ സ്റ്റെപ്പ്? പ്രൊമോട്ടറിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നു, അവിടെയുള്ള ഡബിൾ സ്റ്റാൻഡുകളെല്ലാം കട്ട് ചെയ്ത് സിംഗിൾ സ്റ്റാൻഡ് ആയിട്ടുള്ള ഒരു ബബിൾ ആക്കി മാറ്റും. ഇങ്ങനെ അങ്ങ് പോവും. മുകളിലുള്ള ടെംപ്ലേറ്റ് സ്റ്റാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള RNA ഇയാൾ സിന്തസൈസ് ചെയ്യും. ഇതാണ് ഇയാളുടെ പരിപാടി. പക്ഷെ ഇയാൾക്കൊരു പ്രശ്നമുണ്ട്. ഈ RNA പോളിമറൈസിന് പ്രൊമോട്ടർ സീക്വൻസ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് ബൈൻഡ് ചെയ്യാനുള്ള കഴിവില്ല. ഓക്കെ, അപ്പൊ ഇനീസിയേഷൻ ഇയാളെ കൊണ്ട് സ്വന്തമായിട്ട് പറ്റത്തില്ല. അതിന് ഒരാളും കൂടെ വേണം, ഒരു ഇനീസിയേഷൻ ഫാക്ടർ കോൾഡ് സിഗ്മ ഫാക്ടർ.
ഇതാ ഇയാളാണ് സിഗ്മ ഫാക്ടർ. ഓക്കെ, സിഗ്മ ഫാക്ടർ. ഈ സിഗ്മ ഫാക്ടറും ഇയാൾ ആരായിരുന്നു? RNA പോളിമറൈസ് ആണ്. RNA പോളിമറൈസ്. ഈ സിഗ്മ ഫാക്ടറും RNA പോളിമറൈസും തമ്മിൽ കമ്പൈൻ ചെയ്യും അല്ലേ? അപ്പൊ ഒരു എൻസൈമിന് വേറെ ഒരു ഫാക്ടറും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴല്ലേ കംപ്ലീറ്റ്ലി ഫങ്ഷണൽ ആയിട്ടുള്ള എൻസൈം ആവുള്ളൂ എന്ന് നിങ്ങൾ ബയോമോളിക്യൂൾസിൽ പഠിച്ചത്. ഇപ്പം ഇയാള് എന്തായി മാറി? ഒരു കംപ്ലീറ്റ്ലി ഫങ്ഷണൽ ആയിട്ടുള്ള എൻസൈം ആയി മാറി, ഒരു ഹോളോ എൻസൈമായി മാറി. ബയോമോളിക്യൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്, ഹോളോ എൻസൈം പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഇയാള് ഫങ്ഷനിലാണ്. ഫങ്ഷനിൽ എന്ന് പറഞ്ഞാൽ ഇനി ഈ എൻസൈമിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പ്രൊമോട്ടർ സീക്വൻസ് ഏതാ എന്നുള്ളത്. ഈ പ്രൊമോട്ടർ സീക്വൻസിൽ ഇവർ പോയിട്ട് ബൈൻഡ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അങ്ങനെ ബൈൻഡ് ചെയ്തു. യെസ്. ഇനി ബൈൻഡ് ചെയ്താൽ എന്താ ഉണ്ടാവുക? അപ്പം ഇനി പേര് നിങ്ങൾ ഓർത്ത് വെക്കണം. ഞാനിവിടെ വരച്ചത് മായ്ക്കാൻ പോവാണ്. സിഗ്മ ഫാക്ടർ RNA പോളിമറൈസ് ഒരു ഹോളോ എൻസൈം ആവുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. ഇനി ഇവിടെ പോയിട്ട് ബൈൻഡ് ചെയ്തു. ബൈൻഡ് ചെയ്തതിന് ശേഷം ഇനി മുന്നോട്ടേക്കാണല്ലോ പോവാനുള്ളത്. പ്രൊമോട്ടറിന് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഏതാ എന്നുള്ളത് മനസ്സിലാക്കും. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഏതാ? ഇതാണ് നമ്മളുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ടെംപ്ലേറ്റ് താഴെയുള്ളത് നോൺ ടെംപ്ലേറ്റ് ആണ്. ഇനി ഇവിടുന്ന് 5' to 3' ഡയറക്ഷനിൽ ഇങ്ങനെ മുന്നോട്ട് പോകണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ മുന്നിലുള്ള അല്ലെങ്കിൽ പ്രൊമോട്ടർ റീജിയൻ തൊട്ടുള്ള ഇങ്ങോട്ടേക്കുള്ള DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അതിനെ അൺവൈൻഡ് ചെയ്യണം, സിംഗിൾ സ്റ്റാൻഡ് ആയിട്ട് കട്ട് ചെയ്യണം. ക്ലിയർ? അങ്ങനെ കട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ചിത്രമാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഓക്കെ, ഇപ്പം ഈ ആള് പോയിട്ട്, അതായത് സിഗ്മ ഫാക്ടറും അതേപോലെ RNA പോളിമറൈസും പോയിട്ട് കട്ട് ചെയ്തു, അൺവൈൻഡ് ചെയ്തു. അൺവൈൻഡ് ചെയ്തതിന് ശേഷം ഓക്കെ, ഇയാളെ ഒന്നും കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് വരയ്ക്കാം. അൺവൈൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അൺവൈൻഡ് ചെയ്തതിന് ശേഷം ഈ ആള് ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള RNA ഉണ്ടാക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ മുകളിലുള്ളതാണല്ലോ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിനുള്ള കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഇതാ ഇവിടെ നിന്നാണ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ആരാ ഉണ്ടാവുക? U ഉണ്ടാവും. ശരിയാണല്ലോ? ടിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ആരാ ഉണ്ടാവുക? A ഉണ്ടാവും. ജിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് C ഉണ്ടാവും. ഓക്കെ, അപ്പൊ സോറി, നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ പ്രൊമോട്ടർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഏത് സ്റ്റെപ്പാണ് നമ്മൾ കഴിഞ്ഞു എന്ന് പറയാ? ഇനീസിയേഷൻ കഴിഞ്ഞു. ഇനി ഇങ്ങനെ കോംപ്ലിമെന്ററി ആയിട്ട് ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ട് RNA സിന്തസൈസ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഇലോങ്ങേഷൻ എന്ന് പറയാം. ഇലോങ്ങേഷൻ എന്ന് പറയും. ഓക്കെ, ഈ RNA ഉണ്ടായി നോക്ക്. ഒരു ന്യൂക്ലിയോടൈഡ്, 2 ന്യൂക്ലിയോടൈഡ്, 3 ന്യൂക്ലിയോടൈഡ്, ഇങ്ങനെ ഒരു കുറച്ച് ന്യൂക്ലിയോടൈഡ് ആകുമ്പോൾ, വളരെ കുറച്ച് ന്യൂക്ലിയോടൈഡ് ആകുമ്പോൾ, ഒരു 9-10 ന്യൂക്ലിയോടൈഡ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മളുടെ ഈ സിഗ്മ ഫാക്ടർ ഉണ്ടല്ലോ, ഈ സിഗ്മ ഫാക്ടർ ഇയാളിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യും. ഓക്കെ, സിഗ്മ ഫാക്ടർ ഇയാളിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് തെറിച്ചു പോകുന്നുണ്ട്. പിന്നെ ആര് ഒറ്റയ്ക്കാണ് പിന്നെ പോളിമറൈസേഷൻ നടത്തുന്നത്? ഈ നമ്മുടെ RNA പോളിമറൈസ് ആണ്. അപ്പൊ RNA പോളിമറൈസ് 5' to 3' ഡയറക്ഷനിൽ ഇങ്ങനെ പോളിമറൈസേഷൻ കണ്ടിന്യൂ ചെയ്യും. അതായത് ഇലോങ്ങേഷന്റെ പ്രത്യേകത എന്താ? ഇനീസിയേഷൻ ഈ പറയുന്ന എൻസൈമിന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇലോങ്ങേഷൻ RNA പോളിമറൈസിന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതായിരിക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും? RNA പോളിമറൈസ് എൻസൈമിന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. സിഗ്മ ഫാക്ടർ കുറച്ച് കഴിയുമ്പം ഡിറ്റാച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഇലോങ്ങേഷൻ ആരെ ആവശ്യമില്ല? സിഗ്മ ഫാക്ടറിന്റെ ആവശ്യമില്ല. സിഗ്മ ഫാക്ടറിന്റെ ആവശ്യം അപ്പൊ എന്താണ്? ഇനീസിയേഷന് വേണ്ടിയിട്ടാണ്. എന്താണ് സിഗ്മ ഫാക്ടറിന്റെ റോള്? സിഗ്മ ഫാക്ടർ വന്ന് RNA പോളിമറൈസിൽ ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഒരു ഹോളോ എൻസൈം ഉണ്ടാവുക. എങ്കിൽ മാത്രമേ പ്രൊമോട്ടർ റീജിയൻ കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് പോകുന്നു. അവസാനം ടെർമിനേറ്റർ റീജിയനിൽ എത്തുന്നു. അപ്പൊ ടെർമിനേറ്റർ റീജിയനിൽ എത്തുമ്പോൾ നോക്ക്, ഇതുവരെയുള്ള RNA ഒക്കെ അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള RNA ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതും കൂടെ ഞാനൊന്ന് വരച്ചത് കാണിക്കാം. ഇങ്ങനെ RNA ഉണ്ടായി വരുന്നുണ്ട്. സോ ഇതാണ് ഇവരുടെ 5' എൻഡ് വരുന്നത്. ദിസ് ഈസ് ദ 3' എൻഡ്. അപ്പൊ ഇതാണ് ഈ RNAന്റെ 5' എൻഡ്. ഇവിടെ ഉണ്ടായതാണ് 3' എൻഡ്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ എൻസൈം? ടെർമിനേറ്റർ റീജിയനിൽ എത്തിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ടെർമിനേറ്റർ റീജിയനിൽ എത്തി.
ഈ ടെർമിനേറ്റർ റീജിയനിൽ എത്തുന്ന സമയത്ത് അടുത്തൊരു ഫാക്ടർ വന്ന് ബൈൻഡ് ചെയ്യണം. ഓക്കെ, ഇലോങ്ങേഷൻ മാത്രമേ ഈ എൻസൈമിന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ടെർമിനേഷനും ഇനി കുറച്ച് ഒരു ടെർമിനേഷൻ ഫാക്ടറും കൂടെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം ഒരു ടെർമിനേഷൻ ഫാക്ടർ വന്ന് ഇനി ബൈൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഇത് ഞാൻ സയന്റിഫിക്കലി അക്യുറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. NCERT എന്താ പറയുന്നത് എന്നുള്ളത് ഇതിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ ഒരു RNA ഉണ്ടല്ലോ, അയാളുടെ ഭാഗത്ത് അയാളുടെ ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിലാണ് അടുത്തൊരു ഫാക്ടർ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഈ ഫാക്ടറിന്റെ പേരാണ് റോ ഫാക്ടർ. ഓക്കെ, റോ ഫാക്ടർ അല്ല, റോ എന്ന് പറഞ്ഞാൽ സിമ്പൽ ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുക. ഓക്കെ, ഈ റോ ഫാക്ടർ ആക്ച്വലി ബൈൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ഈ ഉണ്ടായ mRNA-ലാണ്. ഓക്കെ, ഒരു RUT എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, റോ യൂട്ടിലൈസേഷൻ സൈറ്റ്. ആ RUT സൈറ്റിലാണ് റോ വന്ന് ബൈൻഡ് ചെയ്യുക. ഓക്കെ, ഈ റോ പിന്നീട് 5' എൻഡിൽ നിന്ന് 3' എൻഡിലേക്ക് ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ, അങ്ങനെ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ റോ പിന്നീട് 3' എൻഡിൽ ആ RNA-ന്റെ 3' ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് പോകും. അപ്പൊ നോക്ക്, ഈ ഭാഗത്തൊക്കെ ടെംപ്ലേറ്റിന് കോംപ്ലിമെന്ററി ആയിട്ടാണല്ലോ ഈ ആൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അവിടെ എല്ലാം DNA-യും RNA-യും തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുമല്ലോ. ആ ഹൈഡ്രജൻ ബോണ്ടിനെ റോ പോയിട്ട് പൊട്ടിക്കും. പൊട്ടിച്ച് ഇവിടെ ടെർമിനേറ്റർ റീജിയനിൽ, അതായത് നമ്മുടെ RNA പോളിമറൈസിന്റെ അടുത്ത് എത്തുമ്പോഴാണ് ഈ RNA പോളിമറൈസിലേക്ക് ഇയാൾ എത്തുമ്പോൾ RNA പോളിമറൈസ് ഇതിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യും. അതേപോലെ ആര് ഡിറ്റാച്ച് ചെയ്യും? റോ ഡിറ്റാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഉണ്ടായ RNA ഉണ്ടല്ലോ, ഉണ്ടായ mRNA ഉണ്ടല്ലോ, ഈ RNA-യും ഡിറ്റാച്ച് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പം കൃത്യമായിട്ട് എന്താ സംഭവം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, റോ ഫാക്ടർ വന്ന് ബൈൻഡ് ചെയ്യും. എവിടെയാ ബൈൻഡ് ചെയ്യുന്നത്? RNA-ലാണ് ബൈൻഡ് ചെയ്യുന്നത്. എന്നിട്ട് RNA-യിലൂടെ അയാളുടെ 3' എൻഡിലേക്ക് പോവും. ആ പോകുന്ന സമയത്ത് ഈ ഉണ്ടായ RNA-യും ടെംപ്ലേറ്റ് DNA-യും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് കണക്ഷൻസ് ഉണ്ടല്ലോ. ഇയാൾ പോകുന്ന സമയത്ത് ആ കണക്ഷൻ ഒക്കെ പൊട്ടിച്ചുകൊണ്ടാണ് പോകുന്നത്. സോ അവിടെ ഉണ്ടായിട്ടുള്ള പുതിയ RNA അവിടുന്ന് ഡിറ്റാച്ച് ചെയ്യും. അങ്ങനെ ഇയാള് നമ്മളുടെ RNA പോളിമറൈസിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് RNA പോളിമറൈസിനെ ഈ സ്ട്രാൻഡിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യുന്നത്, ഈ DNA-യിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യും. ഇതാണ് നമ്മുടെ RNA. ഇതോട് കൂടിയിട്ട് ട്രാൻസ്ക്രിപ്ഷൻ ഇവിടെ കഴിഞ്ഞു. ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഈ ജീനും ഈ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ ഇത്രയും ഭാഗം, ആ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഇനി പുതിയ ട്രാൻസ്ക്രിപ്ഷൻ റെഡിയായി, എല്ലാം പഴയ പോലെയായി. ക്ലിയർ ആണല്ലോ? അപ്പം അതിനുശേഷം എന്തൊക്കെ ഡിറ്റാച്ച് ചെയ്ത് പോകുന്നുണ്ട്? RNA പോളിമറൈസ് ഡിറ്റാച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഡിറ്റാച്ച് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫൈനൽ സ്റ്റെപ്പിനെയാണ് നമ്മൾ ടെർമിനേഷൻ എന്ന് പറയുന്നത്. ഈ ടെർമിനേഷൻ നടക്കാനും ആര് വേണം? റോ ഫാക്ടർ വേണം. സോ ഇനീസിയേഷന് വേണ്ട ഫാക്ടർ പ്രോട്ടീൻ ഏതായിരുന്നു? സിഗ്മ ഫാക്ടർ ആണ്. ആൻഡ് ടെർമിനേഷന് വേണ്ട ഫാക്ടർ ആണ് റോ ഫാക്ടർ. ക്ലിയർ ആണല്ലോ? ഇതാണ് സയന്റിഫിക്കലി അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് ശരിക്കും പറയാൻ. ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു RNA-യിൽ ഒരു ഹെയർ പിൻ സ്ട്രക്ചർ ഉണ്ടായിട്ടാണ് ഡിറ്റാച്ച് ചെയ്യുന്നത്. അതിന് അത്രയും ഡെപ്തിൽ ഞാൻ കാര്യം പറഞ്ഞിട്ടില്ല. NCERT-യിൽ ഇത് ഇതുപോലെയല്ല അവതരിപ്പിച്ച്. സോ നിങ്ങൾക്ക് നീറ്റിന് ക്വസ്റ്റ്യൻ വരുന്നത് NCERT ബേസിലായതുകൊണ്ട് തന്നെ NCERT-യിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ ഈസിയാണ് ഇത് മനസ്സിലാക്കിയാൽ. പിന്നെ നോക്ക്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ NCERT എടുത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതിന് വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇതാണ് RNA പോളിമറൈസ്. RNA പോളിമറൈസിന് പ്രൊമോട്ടർ റീജിയൻ കണ്ടുപിടിക്കാനുള്ള കഴിവില്ല. അതിനൊരു ഫാക്ടറും കൂടെ വേണം, കോൾഡ് സിഗ്മ ഫാക്ടർ. അപ്പൊ സിഗ്മ ഫാക്ടറുമായിട്ട് താൽക്കാലികമായിട്ടുള്ള ഒരു അസോസിയേഷൻ ഉണ്ടാക്കി പ്രൊമോട്ടറിനെ പോയിട്ട് അറ്റാച്ച് ചെയ്യും. ദാറ്റ് ഈസ് ഇനീസിയേഷൻ. അങ്ങനെ പോളിമറൈസേഷൻ തുടങ്ങും. ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ട് RNA സിന്തസിസ് RNA പോളിമറൈസ് എൻസൈം നടത്തും. അയാളുടെ 5' to 3' ഡയറക്ഷനിൽ മൂവ് ചെയ്യും. പുതിയ RNA ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനാര് വേണ്ട? സിഗ്മ ഫാക്ടർ ആവശ്യമില്ല. സിഗ്മ ഫാക്ടർ ഡിറ്റാച്ച് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതും നമ്മൾ പറഞ്ഞത് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇതുവരെ കറക്റ്റ് ആണല്ലോ? ഇനി ടെർമിനേറ്റർ റീജിയനിൽ ഈ പറയുന്ന RNA പോളിമറൈസ് എത്തും. RNA പോളിമറൈസ് എത്തുമ്പം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി, ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റോ ഫാക്ടർ വന്നിട്ട് ഇയാളുടെ
മേളിൽ ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്തതിനു ശേഷം അയാൾ ഡിറ്റാച്ച് ചെയ്യും എന്നാണ് കാണിക്കുന്നത്. ആകെ നമ്മൾ പറഞ്ഞതിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല് ഗ്രോയിങ് ആയിട്ടുള്ള ഈ ഉണ്ടായ RNAയിലാണ് ആക്ച്വലി വന്നിട്ട് റോ ഫാക്ടർ ബൈൻഡ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഈ പറയുന്ന നമ്മളുടെ RNA പോളിമറൈസിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് അയാൾ ഡിറ്റാച്ച് ചെയ്യുന്നത്. RNAയിലൂടെ റോ ഫാക്ടർ മൂവ് ചെയ്യുമ്പോഴാണ് DNA സ്ട്രാൻഡുകളിൽ നിന്നും കംപ്ലീറ്റ്ലി RNA ഡിറ്റാച്ച് ചെയ്യുന്നത്. അതും നമ്മൾ നേരത്തെ ചിത്രത്തിലൂടെ കാണിച്ചു. അപ്പൊ നിങ്ങൾക്ക് ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം. പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയും ചോദിക്കാവുന്നതാണ്. അപ്പോൾ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ അഥവാ RNA പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ പാർട്ടിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.